പാഠം 607 ഒരു വിമാനയാത്രയുടെ കഥ. ഇതുവരെ തേച്ച് കഴിഞ്ഞില്ലേ? എന്തൊക്കെയായാലും ഞാൻ പോകുന്നതിന് തൊട്ടു മുമ്പേ നീ ഇതൊക്കെ ചെയ്യുമെന്ന് തീരുമാനിച്ചിരിക്കണല്ലേ? കുറച്ച് നേരത്തെ തേച്ച് വെച്ചതുകൊണ്ട് മോഹനേട്ടന് പ്രത്യേകിച്ച് പ്രയോജനം വല്ലതുകൊണ്ടോ? ഇല്ലല്ലോ. പോകാൻ നേരം ഷർട്ടും മുണ്ടും തേച്ച് കിട്ടണം. എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം എന്നും അത് കിട്ടിയിട്ടില്ലേ? പിന്നെ എന്താണ് ഈ പ്രശ്നം? എന്ത് പറഞ്ഞാലും നിനക്ക് അതിനൊരു മറുപടി ഉണ്ട്. പക്ഷേ വെറുതെ തർക്കം ജയിക്കാൻ വേണ്ടി മറുപടി പറഞ്ഞതുകൊണ്ട് മാത്രമല്ല ആയില്ലല്ലോ. രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ ഇതൊക്കെ അങ്ങ് തേച്ച് വെച്ചാ പിന്നെ നിനക്ക് അടുക്കളയിലെ കാര്യങ്ങൾ നോക്കാമല്ലോ. അങ്ങനെയാണ് ബുദ്ധിയുള്ളവർ ചെയ്തത്. എനിക്കൊരു ഇച്ചിരി ബുദ്ധി കുറവായതുകൊണ്ട് മോഹനേട്ടന്റെ കാര്യങ്ങളെല്ലാം വൃത്തിയായി നടന്നു പോകുന്നു. എന്റെ സ്ഥാനത്ത് വേറെ വല്ലവരായിരുന്നു കാണായിരുന്നു. എന്ത് കാണാൻ? എന്നെ പോലൊരു ഭർത്താവിനെ കിട്ടാൻ പെണ്ണുങ്ങൾ ക്യൂ നിൽക്കും. ക്യൂ. എത്ര നല്ല മനോഹരമായ സ്വപ്നം. ഭാര്യയുടെ ഒരാഗ്രഹവും സാധിച്ചു കൊടുക്കാത്ത, ഭാര്യ പറയുന്നൊക്കെ മണ്ടത്തരമാണെന്ന് പറയുന്ന ഒരു ഭൂലോക പിശുക്കൻ ഭർത്താവിനെ കിട്ടാൻ ആരാണ് ഇങ്ങനെ വന്ന് ക്യൂ നിൽക്കുന്നത്? ഒരു നിസാര കാര്യം സാധിക്കണമെങ്കിൽ ഞാൻ മോഹനേട്ടന്റെ കാല് പിടിക്കണം. എന്റെ അത്രയും ഭാഗ്യം കിട്ടുന്ന ഭാര്യ ഈ ലോകത്ത് തന്നെ ഉണ്ടാവില്ല. ഫോൺ ബെല്ലടിക്കുന്നു കേൾക്കുന്നുണ്ട്. പോയി അതെടുത്ത് ആരാണെന്ന് നോക്കൂ. അപ്പോഴേക്ക് ഞാൻ സാറിന് ഷർട്ട് മുണ്ടും തേച്ച് വെച്ചേക്കാം. ഇവിടെ നിന്ന് വർത്താനം പറഞ്ഞ് എന്നെ മെനക്കെടുത്തിട്ട് ഒരു കാര്യം നടക്കില്ല, പറഞ്ഞേക്കാം. ഹലോ, അതെ, കെ മോഹനകൃഷ്ണനാണ്. ആരാണ്? രാജീവോ? എന്താ കാര്യം? ഞാൻ അറിഞ്ഞിരുന്നു. അതെയോ? ഈ ശനിയാഴ്ചയോ? അത് ശരി. അപ്പോ ശനിയാഴ്ച ഒരു ദിവസം ഇവിടുത്തെ മതിയല്ലേ? ഒരു നല്ല കാര്യത്തിനല്ലേ? തീർച്ചയായും ഞാൻ വരും. അതിന്റെ വിശദാംശങ്ങളൊന്ന് പറയാമോ? നീ എന്താ പറഞ്ഞത്? എന്ത്? ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യമില്ലാത്ത ഭാര്യ നീയാണ്. സത്യത്തിൽ നിന്നെപ്പോലെ ഭാഗ്യമുള്ള ഒരു ഭാര്യ ഈ വില്ലേജിലില്ല. അതെന്താണാവോ ആ മഹാഭാഗ്യം? ഈ വില്ലേജിലെ എത്ര ഭാര്യമാർ വിമാനത്തിൽ കയറിയിട്ടുണ്ട്? എനിക്കറിഞ്ഞൂടാ. എന്താണാവോ ഇപ്പൊ വിമാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്? ഞാനും നീയും കൂടി ഈ ശനിയാഴ്ച വിമാനത്തിൽ ഹൈദരാബാദിലേക്ക് പോകും. ചെറിയ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കെ മോഹനകൃഷ്ണൻ ഒരു കാര്യത്തിലും വെറും വാക്ക് പറയാറില്ല. അടുത്ത ശനിയാഴ്ച രാവിലെയുള്ള വിമാനത്തിൽ നമ്മൾ ഹൈദരാബാദിലേക്ക് പോകും. ഞായറാഴ്ച വൈകിട്ട് തിരിച്ച് ഇങ്ങോട്ട്. എന്താ നീരിച്ചേ? ഈ ഹൈദരാബാദ് എന്ന് പറയുന്നത് തെലങ്കാനയുടെയും ആന്ധ്രയുടെയും തലസ്ഥാനമാണ്. കേരള സർക്കാർ സർവീസിലുള്ള ഒരു വില്ലേജ് ഓഫീസർക്ക് അവിടെ എന്താണ് കാര്യം? ഇതാണ് ഞാൻ പറയുന്നത്. ഈ മോഹനകൃഷ്ണനെ ഇപ്പോഴും നിനക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല എന്ന്. ഹൈദരാബാദിലെ മലയാളി സമാജക്കാർ ഒരു വൻപിച്ച യോഗം നടത്തുന്നു. വിവിധ മേഖലകളിൽ പ്രശസ്തരായ മലയാളികൾ അവിടെ പ്രസംഗിക്കുന്നു. നമ്മുടെ ജില്ലാ കളക്ടറും അക്കൂട്ടത്തിലുണ്ട്. താഴേക്കിടയിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പ്രതിനിധീകരിച്ച് ഒരാൾ വേണം എന്ന് സംഘാടകർ പറഞ്ഞപ്പോ കളക്ടറാണ് എന്റെ പേര് പറഞ്ഞത്. കള്ള പറഞ്ഞ കാര്യം എന്താ? സത്യസന്ധനും ഉത്തരവാദിത്ത ബോധമുള്ളവനുമായ ഒരു ഉദ്യോഗസ്ഥൻ വേണമെന്ന് അവർ പറഞ്ഞപ്പോൾ കളക്ടർക്ക് നിർദ്ദേശിക്കാൻ
വേറെ പേരില്ലല്ലോ. കളക്ടർ എന്റെ പേര് പറഞ്ഞ കാര്യം കഴിഞ്ഞ ആഴ്ച താലൂക്ക് ഓഫീസിലെ സഹദേവനോട് പറഞ്ഞായിരുന്നു. പക്ഷേ കാര്യങ്ങൾ ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഞായറാഴ്ചയാണ് യോഗം. യോഗം കഴിഞ്ഞ് വൈകിട്ടത്തെ വിമാനത്തിൽ നമ്മൾ തിരിച്ചു വരുന്നു. എന്ത് പറയുന്നു? ഇങ്ങനൊരു കാര്യം ഉണ്ടാവും ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ആ, ഇപ്പൊ നീ എന്ത് പറയുന്നു? എന്നെ കല്യാണം കഴിച്ചത് വലിയ അബദ്ധമായെന്ന് ഇപ്പൊ നിനക്ക് തോന്നുന്നുണ്ടോ? അതൊക്കെ ഞാൻ ചുമ്മാ ഒരു തമാശക്ക് പറയുന്നതല്ലേ. മോഹനേട്ടനെ കല്യാണം കഴിച്ചതല്ലേ എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. തക്കം പോൽ പറയാനുള്ള സാമർഥ്യത്തെ തൽക്കാലം നമുക്ക് സ്ത്രീ എന്ന് വിളിക്കാം എന്ന് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞത് ചങ്ങമ്പുഴ ആയതുകൊണ്ട് അത് തെറ്റാൻ വഴിയില്ല എന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. വക്കീലേ, ആ ഉത്തമനാണ്. നമ്മൾ ഹൈദരാബാദിൽ പോകുന്ന കാര്യം ഉത്തമനോട് പറയട്ടെ. മോഹനേട്ടൻ ഷർട്ടും കൊണ്ട് മാറിയിട്ട് വാ. അപ്പോഴേക്കും ഞാൻ ഉത്തമനോട് കാര്യങ്ങൾ പറയാം. ഞാൻ കാര്യം പറയുമ്പോൾ ഉത്തമൻ ഞെട്ടില്ലേ? നമസ്കാരം വക്കീലേ. ആ താമരാക്ഷന്റെ കേസിന്റെ അവധി ഇന്നാണ്. അവൻ വക്കീൽ ഓഫീസിലോട്ട് വരാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷെ ഇന്നലെ രാത്രി അവന്റെ വലിയ മരിച്ചുപോയി. അതുകൊണ്ട് ഇന്ന് വരാൻ പറ്റൂല എന്ന് പറഞ്ഞ് വക്കീലിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ എന്റെ കയ്യിൽ കുറച്ച് കാശും തന്നു വിട്ടിട്ടുണ്ട്. എത്ര രൂപയുണ്ട്? 2500 ഉണ്ടെന്നാണ് പറഞ്ഞത്. ബാക്കി അവൻ വക്കീൽ ഓഫീസിൽ കൊണ്ടുവന്ന് തരാമെന്ന് എന്റെ അടുത്ത് പറയുകയും ചെയ്ത്. കാശിന്റെ കാര്യത്തിൽ ഈ ഉഴപ്പ് തുടങ്ങിയിട്ട് നാള് കുറച്ചായി. എനിക്കിതൊന്നും മനസ്സിലാവില്ല എന്ന് കരുതല്ലേ. അങ്ങനെ പറയല്ലേ വക്കീലേ. അവന്റെ വലിയ മരിച്ചു എന്നുള്ള കാര്യം സത്യമാണ്. അതുകൊണ്ടാണ് അവൻ വരാത്തത്. പിന്നെ ഒരു മരണമൊക്കെ നടക്കുമ്പോ ചെലവാണല്ലോ. അതുകൊണ്ടാണ് അവൻ മുഴുവൻ പൈസയും തരാത്തത്. ഒരു സന്തോഷമുള്ള ദിവസമായിട്ട് ഞാൻ തർക്കമൊന്നും പറയുന്നില്ല. പക്ഷെ നാളെ പൈസ കിട്ടിയില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഞാനല്ലേ വക്കീലെ വാക്ക് പറയുന്നേ. അല്ല അതുപോട്ട് എന്തോ സന്തോഷമുള്ള ദിവസം എന്ന് പറഞ്ഞ് അതെന്ത്? ഉത്തമൻ അറിഞ്ഞില്ലല്ലോ. ഹൈദരാബാദിലെ മലയാളി സമാജക്കാർ ഒരു യോഗം നടത്തുന്നുണ്ട്. കേരളത്തിലെ വിവിധ മേഖലകളിൽ പ്രശസ്തരായ കുറെ പേരെ അവിടെ വെച്ച് ആദരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ മോഹനേട്ടനുണ്ട്. അടുത്ത ശനിയാഴ്ച രാവിലെ തന്നെ ഞങ്ങൾ ഹൈദരാബാദിന് പോകും. സത്യമാണോ വക്കീലേ? കളക്ടർ മോഹനേട്ടന്റെ പേര് പറഞ്ഞത്. ഇന്ന് രാവിലെ വിളിച്ച് സംഭവം ഉറപ്പിച്ചു. അപ്പൊ നിങ്ങൾ കുറച്ചു ദിവസത്തേക്ക് ഇവിടെ കാണൂലേ? അല്ല ഹൈദരാബാദിലൊക്കെ പോയിട്ട് വരണമെങ്കിൽ ഒരു 10-15 ദിവസമൊക്കെ എടുക്കൂലേ? അതെങ്ങനെയാ ഉത്തമ? ഞങ്ങൾ വിമാനത്തിലല്ലേ പോകുന്നത്. അപ്പോ വിമാനത്തിലാ? ശനിയാഴ്ച രാവിലത്തെ വിമാനത്തിൽ ഹൈദരാബാദിലേക്ക്. ഉച്ചയ്ക്ക് മുന്നേ അവിടെ എത്തും. ഞായറാഴ്ച യോഗം 10 മണിക്കാ. അത് കഴിഞ്ഞ് വൈകിട്ട് 5 മണിക്ക് അവിടുന്ന് തിരിച്ചു പോരും. രാത്രി എവിടെയും എത്തില്ലേ? പിന്നെ വിമാനത്തിലൊക്കെ പോവാൻ കുറെ കാശാവൂലേ? സാറ് കാശ് മുടക്കൂ? കാശ് മുടക്കുന്ന സാറല്ല, മുഴുവൻ ചെലവ് വഹിക്കുന്നത് സംഘാടകരാ. വിമാന ടിക്കറ്റ് ഇത് വൈകുന്നേരത്തിനകം ഇവിടെ എത്തിച്ചു തരും. നമസ്കാരമുണ്ട് സാർ. ഇത് ആരാ? എന്താ രാവിലെ സംഭവമൊക്കെ വക്കീല് പറഞ്ഞ് സാറിന് കോൾ അടിച്ചല്ലോ. ഒട്ടും പൈസ മുടക്കാതെ വിമാനത്തിൽ കയറി അങ്ങ് ഹൈദരാബാദിലൊക്കെ പോവാന്ന് വെച്ചാ ചില്ലറ കാര്യമാണോ? അല്ല, ഞാൻ അങ്ങനെ ഒരു ചെറിയ ആളല്ല എന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഭാമ ജീവിതത്തിൽ ആദ്യമായിട്ടാണല്ലോ വിമാനത്തിൽ കയറുന്നത്. സാറോ? ഞാനും. പിന്നെ എന്തിനാ അത് പറഞ്ഞേ? അല്ല, എനിക്ക് അവസരങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ടല്ലോ. പക്ഷെ അതൊന്നും അല്ലല്ലോ കാര്യം. സത്യത്തിൽ ഇപ്പൊ ഞാൻ ഹൈദരാബാദിൽ പോയി കളയാമെന്ന് വിചാരിച്ചത് തന്നെ ഇവൾക്ക് വേണ്ടിയിട്ടാ. ഇവരുടെ ഒരു ആഗ്രഹവും ഞാൻ സാധിച്ചു കൊടുക്കാറില്ല എന്നാണല്ലോ ഒരു പരാതി. മാറട്ടെ സാറേ. എന്തായാലും ഞാൻ ഇതൊരു 10-50 പേരെടുത്ത് പറയൂ. ഈ പ്രദേശത്ത് വിമാനത്തിൽ കയറിയിട്ടുള്ള വേറെ ആരാ ഉള്ളത്? അവ ശരി വയ്ക്കില്ലേ? പിന്നെ താമരാക്ഷന്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ. സാറേ ഞാൻ ഇറങ്ങട്ടാ? സ്കൂട്ടറിലാണല്ലോ. ഇല്ല, വണ്ടി എടുത്തില്ല, മഴ ആയോണ്ട്. ഭാമേ, എനിക്ക് ഓഫീസിൽ പോകാനുള്ള സമയമായി. നീ ഉച്ചോൺ എടുത്തോണ്ട് വരൂ. ഭയങ്കര മഴയല്ലേ മോഹനേട്ടാ? മഴ കഴിഞ്ഞിട്ട് പോവാ. ഇല്ലെങ്കിൽ ഓഫീസ് ചെല്ലുമ്പോഴേക്കും നനഞ്ഞു കുഴയില്ലേ എന്റെ മോഹനേട്ടൻ? നിനക്ക് പെട്ടെന്ന് എന്നോടുണ്ടായ സ്നേഹത്തിന്റെ കാരണം എനിക്ക് പിടികിട്ടി. പക്ഷേ മഴയുടെ കാരണം പറഞ്ഞ് മോഹനകൃഷ്ണൻ വൈകാൻ പറ്റില്ല. അങ്ങനെ നിസാര കാരണങ്ങൾ പറഞ്ഞ് വൈകി ഓഫീസ് ജോലികൾ മുടക്കാതിരുന്നത് കൊണ്ടാണ് കളക്ടർ
ഹൈദരാബാദിലെ പരിപാടിക്ക് മോഹനകൃഷ്ണന്റെ പേര് പറഞ്ഞത്. എന്തായാലും ഹൈദരാബാദിന് പോവല്ലേ നമ്മള്. അപ്പൊ പുതിയ ഡ്രസ്സ് വാങ്ങണ്ടേ? ഇപ്പോഴുള്ള വേഷത്തിൽ പോയെന്താ കുഴപ്പം? എന്നാൽ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ പുതിയ ഡ്രസ് അല്ലേ നല്ലത്? ഭാമേ, ഇതാണ് നിന്റെ കുഴപ്പം. ഹൈദരാബാദിലെ മലയാളി സമാജക്കാർ നടത്തുന്ന ഒരു പരിപാടി, അതിൽ ഞാൻ പങ്കെടുക്കേണ്ടത് അവരുടെ ആവശ്യമായതുകൊണ്ട് അവർ യാത്രാ ചെലവ് പോലും നൽകുന്നു. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്തിനാണ് അതിന്റെ പേരിൽ പണം ധൂർത്തടിക്കുന്നത്? മോഹനയുടെ പൈസ ഒന്നും തരണ്ട, ഇതിനൊക്കെയുള്ള കാശ് എന്റെ കയ്യിലുണ്ട്. ഭാമേ, നിന്റെ കയ്യിൽ പണം ഉണ്ടാവും, പക്ഷേ അത് ഒരു പ്രയോജനവുമില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി ചെലവാക്കാനുള്ളതല്ല. ഈ യാത്രയുടെ പേരിൽ അനാവശ്യമായ ഒരു ചെലവും ഞാൻ സമ്മതിക്കുന്നതല്ല. ആദ്യമായിട്ടല്ലേ മോഹനേട്ടാ നമ്മൾ വിമാനത്തിലൊക്കെ കയറുന്നേ. ആ വഴിക്കാണ് 10 പൈസ പോലെ ചെലവില്ല താനും. ഇനി ഈ ജന്മത്തിൽ ഇങ്ങനൊന്നും സാധിക്കുമെന്ന് പറഞ്ഞൂടല്ലോ. അപ്പൊ പിന്നെ ഇനി സാധിക്കില്ല എന്ന് ആര് പറഞ്ഞു? ഞാൻ പ്രമോഷൻ കിട്ടി തഹസിൽദാരായി പിന്നെ കളക്ടർ ആകുമ്പോ എനിക്ക് സ്ഥിരമായി വിമാനത്തിൽ കയറേണ്ടി വരില്ലേ? പക്ഷെ അപ്പോഴൊന്നും നിന്നെ കൂടെ കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് നിന്നെ ഇപ്പൊ കൂടെ കൊണ്ടുപോകുന്നത്. എനിക്കും അവസരം കിട്ടില്ലെന്നൊന്നും മോനോട് കരുതണ്ട. ഞാൻ ഹൈക്കോടതി കേസ് വാദിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്കും ചിലപ്പോ വിമാനത്തിലൊക്കെ കയറേണ്ടി വരും. സുപ്രീം കോടതി കേസ് കിട്ടിയിട്ടുണ്ട്, പിന്നെ പറയാനുണ്ടോ? എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം ഇറങ്ങുന്നു. സാറ് വിമാനത്തിൽ കയറി ഹൈദരാബാദിന് പോവാന്ന് പറഞ്ഞു കേട്ടു. ആര് പറഞ്ഞു? എന്നോട് ഉത്തമനാ പറഞ്ഞേ. ഈ ഉത്തമന്റെ ഒരു കാര്യം എന്ത് ചെയ്യാനാ ശശി? ഹൈദരാബാദിലെ യോഗത്തിന് ഞാൻ തന്നെ ചെല്ലണമെന്ന് കളക്ടർക്ക് ഒരേ നിർബന്ധം. എനിക്കാണെങ്കിൽ സമയമില്ലതാനും. അപ്പൊ പിന്നെ വിമാനത്തിൽ പോയില്ലേ പറ്റൂ. സാറിന്റെ ഭാഗ്യം, 10 പൈസ മുടക്കാതെ വിമാനത്തിൽ കയറാലോ. ശശി ആ പറഞ്ഞത് വളരെ വാസ്തവം. നടക്കട്ടെ. ഈ കളക്ടറെ കൊണ്ട് തോറ്റു. ഇനി ആരോടൊക്കെ സമാധാനം പറയണമേ? മോഹനേഷ് സാർ ഭാഗ്യം ചെയ്ത ആളാ. അല്ലെങ്കിൽ ഒരു സാധാ വില്ലേജ് ഓഫീസറെ ഇത്രയും പ്രധാനപ്പെട്ട പരിപാടിക്ക് ഹൈദരാബാദിലേക്കൊന്നും വിളിക്കില്ലല്ലോ. ഇത് ഭാഗ്യം കൊണ്ടൊന്നുമല്ല, മോഹനേഷ് സാറിന്റെ കഠിനാധ്വാനത്തിനുള്ള പ്രതിഫല. ജില്ലാ കളക്ടർ നേരിട്ട് പറഞ്ഞതാ മോഹനേഷ് സാറിന്റെ പേര്. നമുക്കൊന്നും ഈ ജന്മത് വിമാനത്തിൽ കയറാനുള്ള യോഗം ഇല്ല സ്വയംപ്രഭേ. സാറിന്റെ സമയം ബെസ്റ്റ് സമയം. നമസ്കാരം സാർ. സാറ് ഹൈദരാബാദിൽ പോകുന്ന വിവരം ഞങ്ങൾ അറിഞ്ഞു. സാറ് ഭാഗ്യവാനാ. താലൂക്ക് ഓഫീസിലെ ഗിരീഷ എന്നോട് പറഞ്ഞു. കളക്ടർ നേരിട്ട് പറഞ്ഞ സാറിന്റെ പേര് അല്ലേ? ആ സാറ് പാന്റ് ഇട്ട് കാണണമെന്ന് ഞങ്ങൾക്കൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ സാറ് പാന്റ് ഇടുമ്പോ ഞങ്ങൾക്ക് കാണാൻ പറ്റില്ലല്ലോ. വിമാനത്തിൽ മുണ്ടെടുത്ത് കയറാൻ പറ്റില്ല സാറേ. പാന്റ് ഇട്ടാ മാത്രമേ വിമാനത്തിൽ കൊണ്ടുപോകൂ. അതിനെന്താ, ശനിയാഴ്ച രാവിലെ അല്ലേ സാറ് പോകുന്നത്? നമുക്ക് സാറിനെ യാത്ര അയക്കാൻ ശനിയാഴ്ച രാവിലെ വീട്ടിലേക്ക് ചെല്ലാം. പാന്റ് വയ്ക്കാൻ കൊടുത്തോ സാറേ? ഓ, പാന്റ് സൂട്ടും ഒക്കെ ഇട്ട് സാറിനെ കാണാൻ നല്ല രസമായിരിക്കും അല്ലേ പ്രഭേ? ഇട്ട് കണ്ടാലല്ലേ പറയാൻ പറ്റൂ. എന്തായാലും ശനിയാഴ്ച കാണാമല്ലോ.
അയ്യോ. ഇങ്ങനൊരു പുലിവാലാവെന്ന് കരുതിയില്ലല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യുക? സാറ് ഓഫീസിൽ നിന്ന് വരുന്ന വഴിയായിരിക്കും അല്ലേ? കണ്ടിട്ട് എന്ത് തോന്നുന്നു രാജപ്പന്? സാറ് വിമാനത്തിൽ ഹൈദരാബാദിൽ പോണ കാര്യമൊക്കെ അറിഞ്ഞല്ലോ. സാറിന്റെ ഭാഗ്യമോ ഭാഗ്യം. എന്നോട് വിമാനത്തിൽ ഹൈദരാബാദിലേക്ക് ചെല്ലാൻ കളക്ടർ പറഞ്ഞെന്നുള്ള നേരാ. അരെ ഞാൻ പോകുന്നില്ല. പോകുന്നില്ലേ? ഈ വേറെ ഒരുപാട് തിരക്കുകളുള്ള കാരണം ഞാൻ ഹൈദരാബാദിൽ പോകണ്ടെന്ന് വെച്ചു. വിമാനത്തിൽ കയറാനുള്ള അവസരം കിട്ടിയിട്ട് അത് കളയുക എന്ത് പരിപാടിയാ സാറേ? ദൈവം അങ്ങനെ പല അവസരങ്ങളും തരും. അതില് ചില അവസരങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വരില്ല. അതങ്ങ് വിട്ടുകളഞ്ഞേക്കണം. ഹോ, ഇതെന്തൊരു മനുഷ്യൻ. സത്യം പറഞ്ഞ ആദ്യം എനിക്കിത് വിശ്വസിക്കാൻ പറ്റില്ല വിദ്യ. ഈ ജന്മത്തിൽ വിമാനത്തിൽ ഒരു യാത്ര ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല. കാശൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? മോഹനേട്ടനെ പോലെ ഒരു പിശുക വീട്ടിലുള്ളപ്പോ അങ്ങനെ ഒന്ന് ആഗ്രഹിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പക്ഷേ ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. മോഹനേട്ടൻ വഴി തന്നെ അവസരം എനിക്ക് തന്നില്ലേ? ആ, മോഹനേട്ടൻ വന്നു, ഞാൻ വിളിക്കാമേ. മോഹനേട്ടൻ എന്താ ഇത്ര താമസത്? മണി 5 ആയില്ലേ? ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ വൈകി. കുറച്ച് ജോലി തീർക്കാനുണ്ടായിരുന്നു. ജോലിയെല്ലാം തീർക്കുന്നത് നല്ലതാ. അടുത്ത ശനിയാഴ്ച ലീവ് എടുക്കാനുള്ളതല്ലേ? ഇതുവരെ ലീവ് എടുത്ത് ശീലമൊന്നും ഇല്ലല്ലോ സാറിന്. ശനിയാഴ്ച ഞാൻ ലീവാണെന്ന് ആര് പറഞ്ഞു? ലീവ് എടുക്കാതെ ഹൈദരാബാദിൽ പോകുന്ന എങ്ങനെയാ? ഹൈദരാബാദിൽ പോകുന്നില്ലല്ലോ. പോകുന്നില്ലേ? വേറെ ചില അത്യാവശ്യങ്ങളുണ്ട്. ഇവിടുന്ന് മാറി വയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് പോകണമെന്ന് വെച്ചു. മോഹനേട്ടൻ എന്തൊക്കെയാ പറയണത്? ഇതുപോലത്തെ ഒരു അവസരം കിട്ടിയിട്ട് പോകണ്ടെന്ന് വെക്കാന്നോ? ഇതിനെക്കാട്ടും വലിയ എന്താ അത്യാവശ്യം മോഹനേട്ടന്? എനിക്ക് 1500 അത്യാവശ്യങ്ങളുണ്ട്. ഞാൻ ഒരു ഉത്തരവാദിത്തപ്പെട്ട വില്ലേജ് ഓഫീസറാണ്. മോഹനേട്ട വേറെ തമാശ അടിക്കത്തിക്കല്ലേ? നമ്മൾ ഹൈദരാബാദിന് പോകുന്നുണ്ടെന്ന് ഞാൻ എല്ലാരെയും വിളിച്ച് പറഞ്ഞു. ഇനി പോയില്ലെങ്കിൽ മാനം പോവേ. നാട്ടുകാരുടെ അടുത്തൊക്കെ പോയി വിളമ്പാൻ നിന്നോട് ആരാ പറഞ്ഞത്? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു നടന്നാൽ ഇങ്ങനെ ഇരിക്കും. എന്തായാലും ശനിയാഴ്ച പോകാൻ പറ്റില്ല. എനിക്ക് അതിനേക്കാൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് പറ മോഹനേട്ടാ. അത് ഞാൻ നിന്നോട് പറയുന്നത്. നമ്മൾ പോകുന്നില്ല എന്ന കാര്യം മാത്രം ഉറപ്പാണ്. മോഹനേട്ടാ, ഇതുവരെ ഓരോരോ കാര്യങ്ങൾ കാണിച്ച പോലെ ഈ കാര്യത്തിൽ വാശി കാണിക്കല്ലേ. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമോ? നമുക്ക് എന്തായാലും ശനിയാഴ്ച പോയേ പറ്റൂ. ഭാമേ, മോഹനകൃഷ്ണൻ ഒരു കാര്യം പറയണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു കാരണവും കാണും. നമ്മൾ ശനിയാഴ്ച പോയാൽ പല പ്രശ്നങ്ങളുണ്ടാവും. മോഹനേട്ടൻ ചുമ്മാ വാശി പിടിക്കുകയാണേ. ഹൈദരാബാദിലെ പരിപാടിക്ക് മോഹനേട്ടന്റെ പേര് പറഞ്ഞത് കളക്ടർ അല്ലേ? ആ കളക്ടറുടെ കീഴിലല്ലേ മോഹനേട്ടൻ ജോലി ചെയ്യണേ? അപ്പൊ പിന്നെ കളക്ടർ അറിയാത്ത എന്ത് ജോലിയാ മോഹനേട്ടനുള്ളത്? ഇത് മോഹനേട്ടൻ അടവാ. ആ യാത്ര എനിക്കൊരു സന്തോഷാവെന്ന് കണ്ടപ്പോ എങ്ങനെങ്കിലും അത് മുടക്കണം, അത്രേ ഉള്ളു കാര്യം. ഈ കാര്യത്തിൽ തർക്കം വേണ്ട. ഹൈദരാബാദിലെ മലയാളി സമാജക്കാർ വിളിച്ചത് എന്നെയാണ്. അപ്പൊ പോകണോ വേണ്ടോ തീരുമാനിക്കുന്നത് ഞാനാണ്. മോഹനേട്ടന്റെ വാക്ക് വിശ്വസിച്ച് എല്ലാവരോടും ഞാനിത് പറഞ്ഞില്ലേ? ഇനി അവരുടെയൊക്കെ മുഖത്ത് ഞാനെന്താ നോക്കും? ഉച്ചയ്ക്ക് ടൗണിൽ പോയി എനിക്കൊരു സാരിയും മോഹനേട്ടൻ ഒരു ഷർട്ടും കൊണ്ട് വാങ്ങി. മോഹനേട്ടൻ ഷർട്ട് ഹരിദാസിന്റെ കടയിൽ തയ്ക്കാൻ ഞാൻ കൊടുത്തു. നാളെ തന്നെ തയ്ച്ചിറങ്ങുമെന്ന് ഞാൻ പറഞ്ഞു. കാര്യം എന്താന്ന് ചോദിച്ചപ്പോ ഹരിദാസിനോട് ഞാൻ കാര്യം പറയുകയും ചെയ്തു. എനിക്ക് ഷർട്ട് മുണ്ട് പറയാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഷർട്ട് മുണ്ടിട്ട് വിമാനത്തിൽ കയറി പോകാൻ പറ്റും ആർക്കെങ്കിലും? ഞാൻ കരുതിയതും പറ്റില്ലെന്നാണ്. പക്ഷെ സദാനന്ദ സാറോട് ചോദിച്ചപ്പോ സാറ് പറഞ്ഞു ആഭ്യന്തര സർവീസുകളിൽ ഷർട്ട് മുണ്ടും ആവാന്ന്. അത് കേട്ടപാടെ ഞാൻ ഓടിപ്പോയി ഷർട്ട് മുണ്ട് വാങ്ങിയതൊക്കെ വെറുതെ ആയി. എന്തൊരു ദ്രോഹ മോഹനേട്ടത്. മോഹനേട്ടോ, എന്റെ ഒരു വലിയ ആഗ്രഹമല്ലേ, പ്ലീസ് നമുക്ക് പോവാം. ഷർട്ടും കൊണ്ട് വിടാൻ പറ്റുമല്ലേ? അപ്പൊ എന്തിത്ര ഒളിച്ചിരിക്കാൻ? ഞാൻ വെറുതെ പറ്റി ഞാൻ പറഞ്ഞ നമ്മൾ ശനിയാഴ്ച പോകുന്നുണ്ട്. പോകുന്നില്ല എന്ന് പറയുമ്പോ നീ എന്ത് പറയും എന്നറിയാൻ വേണ്ടി ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതല്ലേ.
കളക്ടർ പറഞ്ഞിട്ട് നമ്മൾ പോവായിരുന്നു എങ്ങനെയാ? ഈശ്വരാ, ഞാൻ ശരിക്കും പേടിച്ചു പോയി. മോഹനന്റെ ഭാവം കണ്ടിട്ടുണ്ടെങ്കിൽ അഭിനയിക്കാൻ തോന്നില്ലായിരുന്നു. അത്രയും സീരിയസ് അല്ലായിരുന്നു. അത് പിന്നെ ഞാൻ ആരാ മോൻ? ഹലോ. വക്കീലെ, ഞാനാ ശശിപാലൻ. ആ വിമാനത്തിൽ മുണ്ടുപയോഗിക്കുന്നതിന് പ്രശ്നമില്ലെന്ന് സാറിനോടൊന്ന് പറഞ്ഞേക്ക്. ഞാൻ കളക്ടറേറ്റിലെ അരവിന്ദനോട് ചോദിച്ചു, പ്രശ്നമില്ലെന്നാ പറഞ്ഞേ. ഇനി ആ പേരിൽ യാത്രയൊന്ന് മാറ്റി വെക്കും. ശരി, വിളിച്ചതിൽ വലിയ സന്തോഷം. വിലാപിസറേ, അത് അഭിനയമായിരുന്നു അല്ലേ? കുറച്ചു മുന്നേ വിമാനത്തിൽ കയറണമെങ്കിൽ പാൻറ് ഇടേണ്ടി വരുമെന്ന് കരുതിയുള്ള വെപ്രാളമായിരുന്നു അതെന്ന് ശിശുപാലൻ ചേട്ടൻ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. ഓ, എന്നാലും എന്റെ സാറാള് കൊള്ളാം. പാൻറ് ഇടാനുള്ള മടി കൊണ്ട് ഇങ്ങനൊരു അവസരം തുറച്ചു കളയെന്നൊക്കെ പറഞ്ഞു. ഞാൻ പാൻറ് ഇടാൻ ശരിയാവില്ല, അതുകൊണ്ടാ. വിമാനത്തിൽ യാത്ര ചെയ്യുക എന്നത് സാധാരണക്കാരെ സംബന്ധിച്ച് ഒരു വലിയ സ്വപ്നമാണ്. 10 പൈസ മുടക്കാതെ അങ്ങനെ അവസരം കിട്ടിയിട്ടും പാൻറ് ഇടാൻ പേടിച്ച് അത് മുടക്കാൻ നോക്കിയ മോഹനകൃഷ്ണനെ പറ്റി എന്തു പറയാൻ. എന്തായാലും സംശയങ്ങൾ തീർന്ന നിലയ്ക്ക് ഇരുവർക്കും ശുഭയാത്ര ആശംസിച്ച് ഇന്നത്തേക്ക് വിടാം.